ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന സ്പോൺസർമാർ ഇന്ത്യയും ചൈനയുമാണെന്ന ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉടൻ നിർത്തണമെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലിലാണെന്നും ട്രംപ് യുഎൻ പൊതുസഭയിലെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു. യുഎൻ പൊതുസഭയിൽ അതിശക്തമായ ഭാഷയിലായിരുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പ്രധാന സ്പോൺസർമാർ ഇന്ത്യയും ചൈനയുമാണെന്ന് ട്രംപ് ആരോപിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണെന്നും ഇത് ഇന്ത്യ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. നേരത്തെ ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തിയ നടപടികൾക്ക് പിന്നാലെ റഷ്യയും ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ട്രംപ് വിമർശിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ഉയർന്ന തീരുവകൾ ചുമത്തണമെന്നും യുഎൻ പൊതുസഭയിലെ പ്രസംഗത്തിൽ ട്രംപ് ആവശ്യപ്പെട്ടു. ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടലാണെന്ന് ഐക്യരാഷ്ട്രസഭയിലും ആവർത്തിച്ച് ട്രംപ്. എന്നാൽ തനിക്ക് ഒരു നന്ദി പോലും ഐക്യരാഷ്ട്രസഭ രേഖപ്പെടുത്തിയില്ലെന്നും വിമർശിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ച ട്രംപ് യുഎന്നിന് ഇന്നൊരു പ്രസക്തിയുമില്ലെന്നും യുഎന്നിന് നിലനിൽക്കാൻ കഴിയുമോ എന്ന് പോലും സംശയമാണെന്നും വിമർശിച്ചു. നൊബേൽ പ്രൈസ് തനിക്ക് അവകാശപ്പെട്ടതാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അനധികൃത കുടിയേറ്റം തടഞ്ഞില്ലെങ്കിൽ യൂറോപ്പ് നരകത്തിലേക്കാണ് പോകുന്നതെന്നും ഗാസയിൽ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പാക്കണമെന്നും ബന്ദികളെ ഉടൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.